വിരുദ്ധ റിപ്പോർട്ടേഴ്സ് ആദ്യം പോകുന്നത് അപകട വാർത്തയിലേക്കാണ്. വിജയുടെ തഞ്ചാവൂരിലെ റാലിയിൽ അപകടമുണ്ടായിരിക്കുന്നു. 2 സ്ത്രീകളടക്കം 6 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരാളുടെ നില ഗുരുതരവുമാണ്. ഗൗതം ആമ്രകുഞ്ചം വിശദമായി പറയും. ഗൗതം, സംഭവങ്ങൾ എപ്പോഴായിരുന്നു? എന്താണ് അപകടത്തിലേക്ക് നയിച്ചത്? ഒരാളുടെ നില ഗുരുതരമെന്ന് പറയുന്നു. വലിയ സുരക്ഷാ വീഴ്ച തന്നെ ഉണ്ടായിട്ടുണ്ടോ അവിടെ? സംഗീത സുരക്ഷാ വീഴ്ച ഉണ്ടായതിനെ സംബന്ധിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് അപകടത്തെ സംബന്ധിച്ചുള്ള പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് തിരുച്ചിറപ്പള്ളിയിൽ നിന്നും സെങ്കിപ്പട്ടിയിലേക്ക് പോകുന്ന വിജയുടെ വാഹനത്തെ പിന്തുടർന്ന സംഘത്തിലാണ് അപകടമുണ്ടായിരിക്കുന്നത്. ഈ വിജയുടെ വാഹനത്തെ പിന്തുടർന്ന് ബൈക്കിലെത്തിയ 2 പേർ, അവർ ഒരു സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലെ ബികോം വിദ്യാർത്ഥികളാണ്. സ്വകാര്യ കോളേജിലെ വിദ്യാർത്ഥികളാണ് ഇവർ. ഇരുചക്ര വാഹനത്തിൽ വിജയെ പിന്തുടരുകയായിരുന്നു. പിന്തുടരുന്നതിനിടെ സമീപത്തുണ്ടായിരുന്ന പോലീസ് വാഹനത്തിലേക്ക് ഇവരുടെ ബൈക്ക് വന്നിടിക്കുകയും ഈ ബൈക്ക് ഒപ്പം സഞ്ചരിക്കുകയായിരുന്ന മറ്റ് ബൈക്കുകളിലേക്ക് കൂട്ടിയിടിക്കുകയും ചെയ്താണ് അപകടമുണ്ടായിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. ഈ അപകടത്തിൽ ഈ ബൈക്കിൽ പിന്തുടരുകയായിരുന്ന 2 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. അതിലൊരാൾ മഹാലക്ഷ്മി നഗറിൽ പാണ്ഡ്യൻ എന്നയാളുടെ മകൻ വിഘ്നേഷാണ്. വിഘ്നേഷിൻ്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ ആദ്യം സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റുകയും അവിടെ നിന്നും വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ ഈ വിഘ്നേഷിനൊപ്പം ബൈക്കിലുണ്ടായിരുന്ന അരുണിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അരുണിൻ്റെ കാലിനാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇയാളെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് മറ്റുള്ളവർക്ക് പരിക്കേറ്റിരിക്കുന്നത്. ഇതിൽ 2 സ്ത്രീകൾ ഉൾപ്പെടെ പരിക്കേറ്റവരിൽ ഉൾപ്പെടുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇവരുടെ പരിക്കുകൾ ഗുരുതരമാണ് എന്ന് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളൊന്നുമില്ല. ഇവർക്ക് പ്രാഥമിക ചികിത്സ നൽകിയതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഈ പരിപാടി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് ഈ അപകടമുണ്ടായത് എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് തഞ്ചാവൂരിലെ 8 അസംബ്ലി മണ്ഡലങ്ങളിലെ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിജയുടെ നേതൃത്വത്തിൽ TVK സംഘടിപ്പിച്ച പരിപാടി തഞ്ചാവൂരിലെ സെങ്കിപ്പട്ടിയിൽ നടക്കുന്നത്. 5000 പേർക്കായിരുന്നു ആ പരിപാടിയിലേക്ക് പ്രവേശനം അനുമതി ഉണ്ടായിരുന്നത്. 52 ഇന നിർദ്ദേശങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചാണ് പരിപാടി സംഘടിപ്പിക്കാൻ അനുമതി നൽകിയത് തഞ്ചാവൂർ ജില്ലാ ഭരണകൂടം. ഇതെല്ലാം പാലിക്കപ്പെടുന്ന സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. നേരത്തെ വിജയുടെ റാലിയിലേക്ക് വലിയ തോതിൽ ആളുകൾ എത്തുകയും വിജയെ കാണാനും വിജയ്ക്ക് ഷോൾ അണിയിക്കാനും വേണ്ടി തിരക്ക് കൂട്ടുകയും ചെയ്ത് കരൂർ ഉൾപ്പെടെയുള്ള ദുരന്തങ്ങൾ ഉണ്ടായത് പശ്ചാത്തലത്തിലായിരുന്നു പിന്നീടുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് തിരുച്ചിറപ്പള്ളിയിൽ വിജയ് എത്തുന്നു എന്നുള്ള വാർത്ത വലിയ രീതിയിൽ പ്രചരിക്കുകയും വിജയെ കാണാൻ വേണ്ടി ആരാധകർ ബൈക്കുകളിൽ എത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടെയാണ് വാഹനവ്യൂഹത്തിൽ വിജയ് തിരുച്ചിറപ്പള്ളിയിൽ നിന്നും സെങ്കിപ്പട്ടിയിലേക്ക് പോയത്. ഈ സെങ്കിപ്പട്ടിയിലേക്കുള്ള യാത്രാ മധ്യയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. അപകടത്തിൻ്റെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അക്കാര്യങ്ങൾ വ്യക്തമാണ്. ഈ വിഘ്നേഷും അരുണും സഞ്ചരിച്ചിരുന്ന ബൈക്ക് സമീപത്ത് ഈ സുരക്ഷയൊരുക്കി പോകുകയായിരുന്ന പോലീസ് വാഹനത്തിൻ്റെ പുറകിലിടിക്കുന്നു. തുടർന്ന് ഈ ബൈക്ക് മറ്റ് ബൈക്കുകളിലേക്ക് കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. വിഘ്നേഷിൻ്റെ നിലയാണ് ഗുരുതരമായി തുടരുന്നത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ അപകടത്തിൻ്റെ കാരണം സംബന്ധിച്ചും സുരക്ഷാ ക്രമീകരണങ്ങളെ സംബന്ധിച്ചുമൊക്കെയുള്ള വിശദാംശങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ ഈ 52 ഇന മാർഗനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടാണ് എല്ലാ പരിപാടികളും സംഘടിപ്പിക്കുന്നതെന്ന് ആനന്ദ് ഉൾപ്പെടെയുള്ള ജില്ലാ അധ്യക്ഷൻ ഈ സംസ്ഥാന കോർഡിനേറ്ററായിട്ടുള്ള ആനന്ദ് ഉൾപ്പെടെയുള്ള ആളുകൾ കഴിഞ്ഞ ദിവസം അവിടെ എത്തി ഈ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു. ബാരിക്കേഡുകൾ തിരിച്ചാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. 10 ഏക്കർ സ്ഥലത്ത് വലിയ പന്തൽ നാട്ടി അതിലായിരുന്നു ഈ സമ്മേളനം നടന്നത്. ആ സമ്മേളനം നടന്നതിൻ്റെ സമീപത്തുള്ള റോഡിലാണ് ഈ അപകടം നടന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കോൺവോയ് വാഹനത്തെ, അതായത് വിജയുടെ വാഹന വ്യൂഹത്തെ പിന്തുടരരുത് എന്നൊരു നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിരുന്നു. അത്തരത്തിൽ വിജയുടെ ആരാധകർക്കോ അല്ലെങ്കിൽ ഈ പാർട്ടി അനുഭാവികൾക്കോ അത്തരം വാഹന വ്യൂഹത്തെ പിന്തുടർന്ന് ഒരു വലിയ റാലിയായി പോകുന്നതിനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് ലംഘിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. സംഗീത. ശരി, ഗൗതം ആമ്രകുഞ്ചുമാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.